നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആപ്പ് സീരീസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് പോലെ ആപ്പ് സീരീസ് എത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈഡ് ചാറ്റ് നെയിം. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ആരുടെയെങ്കിലും അടുത്തിരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചില ആളുകൾ വന്നിരുന്നില്ല, നമുക്ക് അറിയാവുന്നവരാവാം അറിയാത്തവരും ആവാം. അടുത്ത് വന്നതിന് ശേഷം എന്താ ചെയ്യുന്നത്? ആരടുത്താണോ ചാറ്റ് ചെയ്യുന്നത്, ആരാണ്, പേരെന്താണ്, DP എന്താണ് എന്നിങ്ങനെ നോക്കും. ഇത് ഒഴിവാക്കാനായിട്ട് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കോൺടാക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു പേര് കൊടുക്കാം, പേരിന് ശേഷം നിങ്ങൾക്ക് ഒരു DP കൊടുക്കാം. അതിനുശേഷം അത് ആ ആൾ ടൈപ്പ് ചെയ്യുവാണോ, ആ ആൾ ഓൺലൈൻ ആണോ അത് ഓഫ്ലൈൻ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബബിള് നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. എപ്പോഴാണോ നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് ആരെങ്കിലും അടുത്ത് വന്ന് ഒളിഞ്ഞു നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ബബിളിലൊന്ന് തൊട്ടുകൊടുത്താൽ മതി. ആ സമയത്ത് ആ ഒറിജിനൽ പേര് മാസ്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒറിജിനൽ പേരും DPയും എല്ലാം മാസ്ക് ചെയ്ത് നിങ്ങൾ ഈ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനം കൊണ്ട് അങ്ങ് നിറയും. അപ്പോൾ നിങ്ങളുടെ ചാറ്റിങ് നടക്കും. എന്നാൽ അയാൾ വിചാരിക്കും ഒരാഘവൻ്റെ അടുത്താണ് ചാറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊന്നും അറിയാത്തവർക്ക് യൂസ് ആവും കേട്ടോ. അടുത്തത് സ്ക്രീൻ മാസ്റ്റർ. സ്ക്രീൻ മാസ്റ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചില സമയത്ത് സ്ക്രീൻഷോട്ടിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഒരു ആരോ വരയ്ക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം മാഗ്നിഫൈ ചെയ്ത് കാണിക്കാനും അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ബ്രൈറ്റ് ആയിട്ടിരുന്നിട്ട് ബാക്കി ഭാഗം മൊത്തം ഫെയ്ഡ് ആക്കി കാണിക്കാനും ഇങ്ങനെ നിങ്ങളുടെ സ്ക്രീൻഷോട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനും ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പലതരത്തിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നവർക്ക് വലിയ ഉപകാരമാണ്. കാര്യം ഈ ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ട്, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ ഈ ഫോണിൻ്റെ അകത്തൂടി ചിലപ്പോൾ ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കായിരിക്കും, സാർ അത് എനേബിൾ ചെയ്തിട്ട് ഇത് ഓൺ ആക്കണം, ഇത് ഓൺ ആക്കണം, എല്ലാം ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അടിപൊളി ആപ്പാണ്, ഡൗൺലോഡ് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഡിസ്പ്ലേ. സൂപ്പർ ഡിസ്പ്ലേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ എന്തായാലും ചെറുതായിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പഴയ ഐപാഡോ ടാബ്ലറ്റോ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുവന്ന് ഒരു USB കേബിൾ വഴി കണക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അകത്തും സൂപ്പർ ഡിസ്പ്ലേയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളുടെ വീട്ടിൽ വെറുതെ കിടന്ന ഈ ടാബ്ലറ്റിന് നിങ്ങൾക്ക് ഒരു രണ്ടാമത്തെ മോണിറ്ററായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു മോണിറ്ററിൽ കഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ മോണിറ്റർ മാറ്റി യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ 2 മോണിറ്ററായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്രദമാവും. ട്രൈ ചെയ്യുക. നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ 24 മണിക്കൂറും നമ്മൾ ഫോണും കുത്തി ഇരിപ്പാണ് അല്ലേ? ഫോൺ എടുക്കുക. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ പറഞ്ഞിരുന്ന സമയത്ത് തന്നെ ഈ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്തുമാത്രം നേരം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സമയത്തെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഇന്റലിലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു കണ്ണാടി. ഇതാണ് ആ കണ്ണാടി എന്ന് പറയുന്നത്. ഇന്റലിലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു UV ലൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ബ്ലൂ ലൈറ്റിൽ നിന്നും 100% നിങ്ങളുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ആണ്. നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ ലാപ്ടോപ്പിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ടെക്നോളജി ഗാഡ്ജറ്റുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അൾട്രാ വയലറ്റ് റേസിൽ നിന്നും 100% പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേയിൽ നിന്നും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ നിന്നും എല്ലാം വരുന്ന ബ്ലൂ ലൈറ്റിനെ 100% ആയിട്ട് ഇത് കട്ട് ഓഫ് ചെയ്ത് കളയും. അങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫായിട്ടിരിക്കാൻ പറ്റും. നിങ്ങളുടെ കണ്ണിന് ഒരു തരത്തിലുള്ള സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും തന്നെ വരില്ല. അപ്പോൾ ഇന്റലിലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു കണ്ണാടി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പലപ്പോഴായിട്ടും പലതരത്തിലുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ടി വരുന്നിട്ടുണ്ടായിരിക്കും. അതെല്ലാം സേവ് ചെയ്യാനായിട്ട് ഒന്നിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ അകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാറ്റിൻ്റെ അകത്തോ ഒക്കെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കാറാണ് പതിവ്. എന്നാൽ എനി ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ലിങ്കുകൾ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എത്രത്തോളം ലിങ്ക് ഉണ്ടോ അത്രത്തോളം ലിങ്കുകൾ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ആഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു പേര് കൊടുക്കാനായിട്ട് പറ്റും. എന്താണോ കണ്ടന്റ് അത് കൊടുക്കാം. അതിനുശേഷം URL പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഡൗൺ കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ആ ഒരു പേരോടുകൂടി തന്നെ ആ ഒരു ലിങ്ക് അവിടെ സേവ് ആയി കിടക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നോക്കാനും പറ്റും. അടുത്തത് ഗൂഗിളിൻ്റെ സോക്രാറ്റിക്. ഈ ആപ്ലിക്കേഷൻ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ജസ്റ്റ് നിങ്ങൾ മാത്സ് ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു ക്വസ്റ്റ്യനെ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ മതി. വിത്ത് എക്സ്പ്ലനേഷൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും
എല്ലാവർക്കും എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഉള്ള ആപ്ലിക്കേഷൻ കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ആപ്ലിക്കേഷൻ അടിപൊളിയാണ്. നിങ്ങളുടെ കൂട്ടുകാരായിട്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ പഠിച്ച് മാർക്കും വാങ്ങാം. ഇനി ഫൈനലായിട്ടുള്ള നമ്മുടെ വാൾപേപ്പർ ആപ്ലിക്കേഷൻ. പലരും പറയാറുണ്ട് വാൾപേപ്പർ ആപ്ലിക്കേഷൻ തരാൻ മാത്രം ചേട്ടന് ഭയങ്കര മടിയാണെന്ന്. വാൾപേപ്പർ ആപ്ലിക്കേഷൻ വാൾ ഫ്ലെയർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഒരു അടിപൊളി വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ വെറൈറ്റി കണക്കിന് വാൾപേപ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ സ്ഥിരം കാണുന്ന തരത്തിലുള്ള വാൾപേപ്പറൊന്നുമല്ല, വളരെ മിനിമൽ ആയിട്ടുള്ളതും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പല വാൾപേപ്പേഴ്സാണ്. അതായത് എന്ത് പറയട്ടെ, ജിയോമെട്രി ഷേപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ മാർസിൻ്റെയും ആകാശവും എല്ലാം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളതും പിന്നീട് ലിക്വിഡ് ഒഴുകുന്നതും അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വാൾപേപ്പേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. എല്ലാം ഹൈ ക്വാളിറ്റി ആണ്. മിനിമൽ ആയിട്ടുള്ളതുണ്ട്, സ്പേസിൻ്റെ ഉണ്ട്, ഫീച്ചേർഡ് ആയിട്ടുള്ളതുണ്ട്, ആബ്സ്ട്രാക്റ്റ് ഉണ്ട്, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 50 വാൾപേപ്പർ വല്ലതും കാണുമായിരിക്കാം. പക്ഷേ 50 വാൾപേപ്പർ വിഷയം വാൾപേപ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിടിലം ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ ഈ മാസത്തെ, അല്ലെങ്കിൽ എപ്പോഴും ആവട്ടെ ഈ മാസം നിങ്ങൾ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്തിരിക്കേണ്ട ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ 1 മില്യൺ അടിക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും പുതിയ കണ്ടന്റുകളുമായിട്ട് വരുന്നത് വരേക്കും